അങ്ങനെ ഞാളും പോയിട്ടോ കീഴൂര്. നാളെ ഇപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മക്കൾക്കൊക്കെ പഠിക്കാനുള്ളത് കൊണ്ട് എല്ലാവരും വീട്ടിലിരിക്കുകയായിരിക്കും എന്നുള്ളൊരു ധാരണയിലാണ് ഞാൾ പോയത് കേട്ടോ മോളെയും കൊണ്ട്. പക്ഷേ ഞങ്ങളെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് കാല് കുത്താൻ പോലും ഇടയില്ലാത്തൊരവസ്ഥയായി. നല്ല മഞ്ഞുണ്ടായിരുന്നു, നല്ല പൊടി ഉണ്ടായിരുന്നു, രണ്ടും കൂടെ കൂടി കലർന്നിട്ടൊരു പുക പിടിച്ചൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ ഞങ്ങൾ പോയപാട് ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു റൈഡ്സിൻ്റെ അടുത്തേക്കൊക്കെ പോയരാന്ന് ആ ഒരു വെളിച്ചം കൊണ്ട് അന്തരീക്ഷം ഒന്ന് ക്ലിയർ ആയത് കേട്ടോ. അങ്ങനെ തൊട്ടിലും യന്ത്രോഞ്ഞാലും മരണക്കിണറും കുട്ടികളുടെ ആയിട്ട് ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കി നിൽക്കുക എന്നല്ലാണ്ട് അതിൽ കയറാനുള്ള ധൈര്യം എനിക്കില്ല, എൻ്റെ മോക്കില്ല. ഞാൾ വെറുതെ അതിലൂടെ തിരിഞ്ഞ് കളിച്ചെന്നല്ലാണ്ട് ഒന്നിലും കയറിയിട്ടൊന്നുമില്ല. ഈ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ച എന്താ വെച്ചാൽ അവിടെ അധികവും ചെറിയ കുഞ്ഞു മക്കളാണ് കേട്ടോ വിൽപ്പനക്കാരായിട്ടുള്ളത്. പഠിക്കേണ്ട പ്രായത്തിലാണ് അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പണികളൊക്കെ ചെയ്ത് നിൽക്കുന്നത്. ഈ ഒരു കുട്ടികളെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിലെ മക്കളൊക്കെ എത്ര ഭാഗ്യവാന്മാർ. അങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ റോഡിൻ്റെ അടുത്തേക്ക് പോയേ. അവിടെയും ഒരുപാട് കച്ചവടക്കാരുണ്ട്, ഫുഡ് ഐറ്റംസ് ഉണ്ട്, ഫാൻസി ഐറ്റംസ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് അറിയുന്ന ഒരുപാട് ആൾക്കാരെയും കണ്ട് അവരോടൊക്കെ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ തിരിച്ചു.